സമയം ഇപ്പോൾ രാവിലെ 4:23 ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഡയറ്റ്, മസാലാസ് യൂസ് ചെയ്യാത്ത, ഒരു ടേസ്റ്റ് ഇല്ലാത്ത, വെറും പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് 1-2 ദിവസത്തിനകം തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്ത് ആകെ എന്താ പറയുന്ന ഒരു ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് പൊട്ടുന്നവരെ അടിക്കും. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ജനുവരി 10, 2026 നമ്മുടെ കോമ്പറ്റീഷൻ ഡേ ആണ്. സമയം ഇപ്പോൾ രാവിലെ 4:23 രാവിലെ 10 മണിക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രോഗ്രാം ചിലപ്പം ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. സോ ഇന്ന് ഉച്ച വരെ, അതായത് സ്റ്റേജ് കയറുന്നതിന് 2 മണിക്കൂർ മുമ്പ് വരെ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് കുടിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇതുപോലത്തുള്ള കൂടുതൽ വ്ളോഗ്സിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പേജല്ല, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റയിൽ പറഞ്ഞ് ശീലിച്ചാണ്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫുൾ ലെങ്ത് വ്ളോഗ് ഇടുന്നത്. സോ ഡു സപ്പോർട്ട്. നമ്മുടെ ഫസ്റ്റ് മീലിന് ഞാനിവിടെ ഒരു 200 ഗ്രാം ആപ്പിളാണ് എടുക്കുന്നത്. ഇതിൻ്റെ സ്കിന്ന് നമ്മളിപ്പം പീൽ ഓഫ് ചെയ്ത് കളയും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മന്തി കഴിക്കുന്ന ഒരു വീഡിയോ. അതിനകത്ത് ഞാൻ പറയുന്നത് എനിക്ക് 8 ലിറ്റർ വെള്ളമാണ് ഇന്നലെ ഉള്ളത്. അത് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതല്ല, ശരിക്കും എനിക്ക് വാട്ടർ കട്ടില്ലായിരുന്നു, സോഡിയം കട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നോർമലി ചെയ്യുന്നൊരു ഡൾ മൂഡ് സ്റ്റേജ് അല്ല. എനിക്കിപ്പം നല്ല ഹാപ്പിയാണ്, നല്ല വൈബാണ് ശരിക്കും. ഇന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ഇന്ന് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ 6 ലിറ്റേഴ്സാണ്. എന്നിട്ട് പോലും ഞാൻ അത്യാവശ്യം നല്ല ഡ്രൈ കണ്ടീഷനിൽ തന്നെ. ആപ്പിളിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വെളുപ്പിനെ 4:30 പോയി എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി മണ്ടയ്ക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്, അതായത് ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് പൊട്ടുന്നവരെ അടിക്കണം. നമുക്ക് ശരിക്കും ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, അതായത് കഴിച്ച് തുടങ്ങുന്ന ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 5 ആണ്. ഇപ്പം നമ്മൾ തുടങ്ങിയാലേ നമുക്ക് കറക്റ്റ് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ദിവസമാണ്. ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് സാധനം, ഇപ്പോൾ നിങ്ങൾ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് എന്ത് സാധനം കഴിച്ചാലും നിങ്ങളുടെ കോച്ചിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ ഒരു സാധനവും നിങ്ങൾ തുടരുത്. അത് മെഷർ ചെയ്ത് തന്നെ കഴിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണിപാടും. സോ ഇവിടെ 200 ഗ്രാം സ്കിന്നോട് കൂടിയുള്ള ആപ്പിൾ ഞാൻ എടുത്ത് പീൽ ഓഫ് ചെയ്തപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് 175 ഗ്രാം ആപ്പിൾ. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 10 ഗ്രാം ഹണി പ്ലസ് 10 ഗ്രാം പീനട്ട് ബട്ടർ, ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഹണി. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റേ പഞ്ചസാര കലക്കിയതല്ല, ശുദ്ധമായ നാടൻ ചെറുതേനാണ്. ഇത് നമ്മളെ ജിമ്മിൽ വരുന്നൊരു ക്ലയൻറ്റ് തന്നെ കൃഷി ചെയ്യുന്നതാണ്. ഓക്കെ, ഡൺ കറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 175 ഗ്രാം ഓഫ് ആപ്പിൾ സ്കിൻലെസ് ആണ്, 10 ഗ്രാം ഓഫ് പീനട്ട് ബട്ടർ ഫ്രം ഡോക്ടേഴ്സ് ചോയ്സ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നിങ്ങളങ്ങനെ കാണണ്ട, ഞാൻ യൂസ് ചെയ്യുന്ന സാധനമായിട്ട് പറഞ്ഞാണ്. ദെൻ 10 ഗ്രാം നാടൻ ചെറുതേൻ. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മീൽ 5 മണിക്ക്. ഈ ഫാറ്റ് ലോസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ശരിക്കും നിങ്ങൾ മെഷർ ചെയ്ത് കഴിക്കുന്നത് നിങ്ങളുടെ റിസൾട്ടിനെ ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കും. കാരണം നമ്മൾ
ഇച്ചിരിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന സാധനത്തിൽ ഭയങ്കര കാലറീസ് കാണും. ഉദാഹരണത്തിന് നിങ്ങൾ ചിലപ്പോൾ 2 ബിസ്ക്കറ്റ് കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിപ്സ് കഴിക്കുന്നതായിരിക്കാം. ഇതൊക്കെ കുറേശ്ശെ കഴിക്കുമ്പം അതൊരു ഹ്യൂജ് കാലറി ആവും. സോ അത് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണിയെ അഫക്റ്റ് ചെയ്യും. സോ നിങ്ങളുടെ ഡയറ്റ് എടുക്കുമ്പം പ്രോപ്പറായിട്ട് കാലറി ട്രാക്ക് ചെയ്ത് പ്രോട്ടീൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മെഷർ ചെയ്ത് കഴിക്കുക. നല്ല റിസൾട്ട് കിട്ടും. സ്വീറ്റ് അങ്ങനെ ഞാൻ ഈ സമയത്ത് എടുത്തിട്ടില്ല. മീൻസ് ഓൾറെഡി ഞാൻ ഒരു എഗ്ഗിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എഗ് വൈറ്റും വേ പ്രോട്ടീനും കൊക്കോ പൗഡറും സ്റ്റീവിയയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു അതുപോലത്തുള്ള ഡെസേർട്ട്സ് എടുത്തിട്ടുള്ളൂ. അത് ഭയങ്കര ഒരു സ്വീറ്റ് ടെക്സ്ചർ വരുന്ന സാധനമല്ല. പക്ഷേ ഡയറ്റിലിരിക്കുന്നവർക്ക് സ്വീറ്റ് ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനം തന്നെ ഹൈ പ്രോട്ടീനാണ്. ഇപ്പോൾ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതുപോലത്തുള്ള റിച്ച് സ്വീറ്റ് ടേസ്റ്റുള്ള സാധനങ്ങൾ ഞാൻ തൊട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് എന്താ പറയുന്നത്, ഒരു പുതിയ ഒരു ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്നത് നല്ല മിൻറ്റ് ലീഫ്, കൊറിയാണ്ടർ ലീഫൊക്കെ വെച്ച് നമ്മളെ നാടൻ മസാല ഒക്കെ ആഡ് ചെയ്ത് ചിക്കൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യും. ഒരു 1 വീക്കിലേക്കുള്ള ചിക്കൻ ഞാൻ എന്ത് ചെയ്യും, മാരിനേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എയർ ഫ്രൈ ചെയ്ത് എടുക്കും. സെറ്റപ്പ് ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ മന്തി കഴിച്ച വീഡിയോ ഇട്ടായിരുന്നില്ല, അതിനകത്ത് ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഓവർ എക്സ്പ്രഷൻ ഒന്നും ഞാനതിനകത്ത് ഇടുന്നില്ല. ദാറ്റ്സ് നോർമൽ തിങ്, അത്രയേ ഉള്ളൂ. കാരണം ഞാനിത് കണക്ക് ടേസ്റ്റി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് കൊണ്ട്. അങ്ങനെ കഴിക്കാത്തവർക്ക് ഇങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമല്ല. ശരിക്കും നിങ്ങൾക്ക് നല്ല റിച്ച് ടേസ്റ്റിൽ നിങ്ങളുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനി നിങ്ങൾ സ്റ്റേജിൽ കയറുന്ന ആളായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് തോന്നി. അതായത് എല്ലാ കൊല്ലവും വിജയുടെ സിനിമ വരുന്നതും ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങുന്നതും ഒരേ കണക്കാണ്. കാരണം രണ്ടും പറഞ്ഞ സമയത്ത് നടക്കത്തില്ല. പിന്നെ അപ്പീലിന് പോകണം. അതേ സാധനം തന്നെ കഴിഞ്ഞ കൊല്ലവും നടന്നു, ഇക്കൊല്ലവും നടന്നു. ബട്ട് ഓക്കെ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഇടപെടൽ കാരണം ഇന്ന് നമ്മൾ മത്സരിക്കും. ശരിക്കും എനിക്ക് ഇത് കളയാൻ തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയി സാധനത്തിന്. സംഭവം ഇതിനകത്ത് ജാഗ്രി ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഷുഗർ അല്ലെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു റിച്ച്നെസ് ഇതിനകത്ത് കിട്ടും. പിന്നെ പീനട്ട് ബട്ടറിനെ എപ്പോഴും നമ്മളൊരു ഹെൽത്തി ഫാറ്റ് സോഴ്സായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാവൂ. അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രോട്ടീൻ കണ്ടൻറ്റിനെ നോക്കിയിട്ട് ഹൈ ഇൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് പീനട്ട് ബട്ടർ കോരി തിന്നരുത്. യു വിൽ എൻഡ് അപ്പ് വിത്ത് ഗെയിനിങ് ഫാറ്റ്. കാരണം കാലറീസ് കൂടുതല. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് സർപ്ലസിൽ പോകാൻ പറ്റും. ഇഫ് യു ആർ പ്ലാനിങ് ടു ഗെയിൻ വെയ്റ്റ്, അത് ലീനായിട്ട് തന്നെ ഗെയിൻ ചെയ്യാൻ നോക്കുക. അല്ലാതെ ബൾക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ട എല്ലാ സാധനവും വാരി കഴിച്ചിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഫാറ്റ് ഗെയിൻ ചെയ്ത് ഒരു തരത്തിൽ ഒരു ബോറിങ് കണ്ടീഷനിൽ പോയി നിൽക്കാതെ ലീനായിട്ട് ഗെയിൻ ചെയ്യുക. അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിയിൽ നിന്ന് ഒരു 250 to 300 കാലറി സർപ്ലസിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ഒരു 50 കാലറി വെച്ച് ഇമ്പ്രൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീനായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. കഴിവതും കോമ്പറ്റീഷൻ്റെ തലേന്നും കോമ്പറ്റീഷൻ്റെ അന്നും വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് ഇതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈസ്റ്റ് കണ്ടൻറ്റ് നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പം കണ്ടീഷൻ വിട്ടു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങളൊന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും.
ഒരു തുള്ളി പോലും നമുക്ക് കളയാനില്ല. കാരണം അത്രയും നമ്മൾ മെഷർ ചെയ്താണ് എടുത്തേക്കുന്നത്. ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ഹണി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ മീൽ 1 ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ളത് മീൽ 2 7 o'clock 7:30 ആ റേഞ്ചിൽ. പിന്നെ വരുന്നത് 11:30. പിന്നെ ഒരൊറ്റ മീലൂടെ ഉള്ളൂ. അത് മേ ബി 1 or 1:30 ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇന്നത്തെ ഫുഡ്, അതായത് സ്റ്റേജിൽ കയറുന്നതിന് മുന്നുള്ള ഫുഡ് അവസാനിപ്പിക്കും. ഇന്നലെ ഇട്ട വീഡിയോയിൽ യൂട്യൂബിലൊരു കമൻറ്റ് ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞായിരുന്നു. ശരിക്കുമല്ല. 8 ലിറ്റർ വെള്ളം, നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും 8 ലിറ്റർ വെള്ളം എങ്ങനെ കുടിക്കാൻ പറ്റുമെന്ന്. ശരിക്കും ഈ സാധനം എന്നോട് പറഞ്ഞപ്പം എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു 8 ലിറ്റർ കുടിക്കാൻ പറ്റുമോ. പക്ഷേ എനിക്ക് 8 ലിറ്റർ കൂടുതൽ ഒരു ദിവസം കുടിക്കാൻ പറ്റി. അത്രയും ഡയറ്റും ചെയ്ത് അത്രയും റെസ്റ്റും ചെയ്ത് എനിക്ക് 8 ലിറ്റർ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റി. 8 ലിറ്റർ കൂടുതലും കുടിക്കാൻ പറ്റുന്നുണ്ട്. സോ പറ്റായികയൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ നടക്കും. സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷൻ്റെ തലേന്ന് വാട്ടറൊക്കെ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു ബോറം പരിപാടിയാണ്. പിറ്റേ ദിവസം മുഖമൊക്കെ ഒട്ടി, കണ്ണൊക്കെ കുഴിഞ്ഞ്, എന്താ പറയുന്നത്, അങ്ങ് തീർന്നാൽ മതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് നമ്മളങ്ങ് മാറും. പിന്നെ പോയി കിട്ടിയ വെള്ളം എടുത്ത് മടമടാന്ന് കുടിക്കും. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. വി ക്യാൻ ഡ്രിങ്ക് വാട്ടർ. നമുക്ക് സോഡിയം ലോഡ് ചെയ്യാം. അത് ഓരോ ദിവസവും കയറി ഇറങ്ങി ലോഡ് ചെയ്യാതെ സ്റ്റേബിളായിട്ട് ഒരേ ഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ സമയം 8 മണി. നമ്മുടെ സെക്കൻഡ് മീലാണ്. സെയിം സാധനം തന്നെ, പക്ഷേ ക്വാണ്ടിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. 200 ഗ്രാം സ്കിൻലെസ് ആപ്പിളാണ് എടുത്തേക്കുന്നത്, പ്ലസ് 10 ഗ്രാം പീനട്ട് ബട്ടറും 10 ഗ്രാം ഹണിയും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ സീക്രട്ട് ഡ്രിങ്കും കുടിക്കുന്നുണ്ട്. ഇന്നലെ ഇട്ട മന്തിയുടെ വീഡിയോയിൽ ഞാൻ മന്തി കഴിക്കുന്നതിന് മുമ്പ് ഒരു സാധനം കുടിക്കുന്നുണ്ട്. അപ്പം പല ആൾക്കാരും അതിനകത്ത് വന്ന് എൽക്കാർനെറ്റിനാണ് കമൻറ്റ് ചെയ്യുന്നത്, മദ്യമാണെന്ന് പറയുന്നത്. ഇത് 2 സാധനവുമല്ല. ഞാൻ മദ്യപിക്കാറില്ല, അത് എൽക്കാർനെറ്റിനുമല്ല. ഞാൻ ആ സാധനം എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടില്ല, ആർക്കും ഞാൻ യൂസ് ചെയ്യാൻ പറയത്തുമില്ല. കാരണം അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് സ്റ്റോപ്പ് കമൻറ്റിങ് ദാറ്റ് ഈസ് എൽക്കാർനെറ്റൈൻ. അത് എൽക്കാർനെറ്റൈൻ അല്ല. അത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ റിവീൽ ചെയ്യാം. ഇറ്റ് വിൽ ബി മച്ച് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ കുറേ പേര് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അവർക്കിത് അറിയാതിരിക്കാം. അതുകൊണ്ടാണ്. അറിയാത്തവർ എൽക്കാർനെറ്റ് എന്ന് മദ്യം എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ഈ മീലൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി. കോച്ച് ഇപ്പോൾ കടപ്പാക്കട സീപ്പുകളിലാണ് താമസിക്കുന്നത്. പുള്ളിയെ പോയി കണ്ടിട്ട് വീണ്ടും തിരിച്ചു വന്ന് റെഡിയായി വെന്യൂവിലേക്ക് പോകുന്നു, പങ്കെടുക്കുന്നു. കപ്പടിക്കുന്നു. കബഡി. അപ്പോൾ നമ്മൾ കോച്ച് താമസിക്കുന്ന ഹോട്ടലിലെത്തി. കറക്റ്റ് 9:35. ഇന്നലെ രാത്രി ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. ഒരു 1:30 ആയപ്പോൾ എഴുന്നേറ്റ്. അത് ഞാൻ ആദ്യമേ എൻ്റെ ഇൻട്രോ നിങ്ങൾ കണ്ടു കാണാം. കണ്ണ് ചുമന്നിരിക്കുക. അതുകൊണ്ടാണ് കണ്ണാടി വെച്ചേക്കുന്നത്. കണ്ണും ചുവപ്പ്, ഇവിടെയും ചുവപ്പ്. റൂം നമ്പർ 208. സൂപ്പർ എക്സൈറ്റഡ് ആണിന്ന്. അപ്പോൾ ഓക്കെ, നമ്മൾ റൂമിലെത്തിയിരിക്കുന്നു. ഹലോ വെൽക്കം ടു മൈ വ്ളോഗ്. കമോൺ. എന്തോ കാര്യമായിട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ആലപ്പുഴ എന്നുള്ള നമ്മുടെ ടീമിലെ പയ്യനാണ്. ഹൈ ബ്രോ. കുക്കു. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ഏറ്റവും മികച്ച ജൂനിയർ അത്ലീറ്റ് ഫ്രം കേരള എന്ന് പറയാൻ വേണ്ടി കുക്കുവിനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. 3 ടൈറ്റിൽസ് ഇൻ കേരള, ഒരു ഡിസ്ട്രിക്ട് ടൈറ്റിൽ, ഒരു സ്റ്റേറ്റ് ടൈറ്റിൽ, ഒരു
യൂണിവേഴ്സിറ്റി ടൈറ്റിൽ, പിന്നെ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, ജൂനിയർ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഇതിലും മികച്ച ഒരു ജൂനിയർ അത്ലീറ്റ് കേരളത്തിൽ ഇല്ല ഇന്ന് വരെ. ചില്ലറക്കാരനല്ല. വമ്പം ബിൽഡപ്പ് ആണല്ലോ ഹരീഷ്ണ. ഗൈസ്, ഈസ് ആൻ അമേസിങ് ഗൈ. കുറേ ടൈറ്റിൽ ഹോൾഡറാണ്. ഞങ്ങൾ പരിചയപ്പെട്ടു. ഇനി വഴിയെ ഞങ്ങൾ കോമ്പറ്റീഷൻ സമയത്തും പരിചയപ്പെടും. ചിലപ്പോൾ ഒന്നിച്ച് കോമ്പീറ്റ് ചെയ്തെന്നിരിക്കും. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഞാൻ വിചാരിച്ച സർപ്രൈസായിട്ട് എനിക്കെല്ലാം കഴിക്കാൻ തരാനായിരിക്കുന്നു. പക്ഷേ അല്ല, നമ്മൾ വീണ്ടും 3-4 റൗണ്ട് പോസ് ചെയ്തിട്ട് നിൽക്കുക. പോസിങ് കണ്ടോ? അങ്ങനെ നമ്മളിപ്പം വെന്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത മീല് കഴിക്കാൻ പോവുക. അതുകൂടെ കഴിച്ചിട്ട് വെള്ളവും കൂടെ കുടിച്ച് നമ്മൾ ഇന്നത്തെ ഫുഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പിന്നെ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്തത്. ലാസ്റ്റ് ആൻഡ് ദ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ലിപ്സ്റ്റിക് ഇട്ടണക്കാവും. ഞാൻ ഇന്നലെ രാത്രി എടുത്ത് തേച്ച് കൊടുത്തിട്ട് എനിക്ക് ആ ഇരുട്ടത്തെ എനിക്ക് കാണാൻ പറ്റി, തിളങ്ങിയിരിക്കുന്നു ചുമന്ന്. പക്ഷേ ഇത് ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാമാണ്. ഓക്കെ, ഞാൻ വെയിങ് മെഷീൻ എടുക്കണമെന്ന് വിചാരിച്ചതാ, ബട്ട് നടന്നില്ല, മറന്നുപോയി. ഓക്കെ, എല്ലായിടത്തും വേണോ? ഇപ്പം തരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കാർബ് സോഴ്സായിട്ട് റൈസ് കേക്കോ അല്ലെങ്കിൽ റൈസ് കേക്ക് എടുക്കാൻ പറ്റില്ല, ബ്രെഡ്, ജാം ഇതുപോലത്തെ സാധനമൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ചിലപ്പം ബ്ലോട്ട് ആവാം, ചിലപ്പം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മൾ ഷോർട്സൊക്കെ ഇട്ട് സ്റ്റേജിൽ നിൽക്കും. എങ്ങനെയുണ്ട്? മറ്റേ പുള്ളിയുടെ കണ്ടീഷൻ ഹെവി, ഭയങ്കര റിപ്ഡായിട്ടിരിക്കുന്നു. രണ്ട് ടൈറ്റിലല്ലേ? വിളക്കോ? ടൈറ്റിലും വിളക്കും വേണോ? മൈക്ക് വേണോ? ചെറുതായിട്ടൊരു നനവുണ്ട്, വിഷയമല്ലല്ലോ. പക്ഷെ ഞാൻ സ്റ്റീമിനകത്തിരുന്നപ്പം വിയർത്തില്ല. ഞാൻ അകത്ത് 2 പുഷപ്പ് അടിച്ചപ്പം വിയർത്ത്. സ്റ്റീം നല്ല ഒരു 70, 55, 60 20 മിനിറ്റ് ഇരുന്ന് ഞാൻ. ഇനി അത് കളയാനായിട്ട് ഒറ്റ മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു 10 റൗണ്ട് പോസ് ചെയ്യണം. 10 റൗണ്ട് പോസ് ചെയ്യണം, പമ്പ് ചെയ്യണം. ടാൻ ഇടുന്നതിന് മുമ്പാണോ? ടാൻ ഇടുന്നതിന് മുമ്പ് ആ സമയത്താണെങ്കിലും കുഴപ്പമില്ല, റോളർ അടിച്ച് വിട്ടാൽ. രാവിലത്തൊക്കെ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു 6 റൗണ്ട് പോസ് ചെയ്യാം. ഉടുപ്പ് ഊരണ്ടല്ലോ, അല്ലാതെ പോസ് ചെയ്തു. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്യാൻ വേണ്ടി 1, 2 അല്ല 6 റൗണ്ട് നിർത്തി കത്തിക്കണം. അഖിൽ സുരേന്ദ്രൻ, ഓക്കെ. അവിടെ നിങ്ങളവിടുത്തെ ലാസ് വേഗാസിലെ അതെ. ഇപ്രാവശ്യം എന്തായാലും ഇച്ചിരി വൃത്തിയുള്ള ട്രോഫി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള മെഡലും ഉണ്ട്. സൂപ്പറാ, അടിപൊളി. പേരെന്ത്? Thank you, Mr. Moral. ഇതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, 160 മാത്രമേ ഉള്ളൂ.
Judges note 164, 165, 166, 167 and 168. All of you, heel close and elbow raise. കാലുകൾ അടുപ്പിച്ച് നിർത്തി elbow raise. Again, right quadrant, face the front. Face the front. Our guest of honor, Mr. Murugan, Vice President, Kollam District Bodybuilding and Fitness Association. And Mr. Manaf, President. The result in reverse order. First prize goes to rank number. Mr. Murugan, please join here. Our guest of honor, Mr. Murugan. Fifth prize goes to rank number 167, Mr. Akresh S. from Expulsion. Fifth prize. Fourth prize goes to rank number 166, Mr. Vishnu MR, My Life Fitness. Third prize goes to rank number 164, Mr. Sedu, Alpha Fitness. Second prize goes to rank number 168, Shyam Raj Smart Fitness. And the champion in this category goes to rank number 165, Mr. Nadir Shah S from Rock Fitness. He is the champion in above 165 men's sports fitness.
അപ്പോൾ നമ്മൾ ഒഫീഷ്യലി 2025-26 മിസ്റ്റർ കൊല്ലമായിരിക്കുന്നു. ടൈറ്റിൽ വിന്നറാണ്. കോമ്പറ്റീഷൻ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു ഫെബ്രുവരി 15-ാം തീയതി ഒരു ഓപ്പൺ കേരളയുണ്ട്. അത് കഴിഞ്ഞ് 28-നോ ആ സംതിങ് ആണ് മിസ്റ്റർ കേരള വരുന്നത്. അതിനും പോകുന്നുണ്ട്. സോ ഇന്ന് നമ്മുടെ ഒരു ചെറിയ പാർട്ടി. ഇതോടുകൂടി ഇന്നത്തെ കോമ്പറ്റീഷൻ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വ്ളോഗ്സ് കാണണമെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. താഴെ കാണുന്ന ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്ത് വെച്ചോ. അന്നേരമാണ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സ്റ്റേ സ്ട്രോങ്.